ഛത്തീസ്ഗഡിലെ സുക്മയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതിനകം 3 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ മാവോയിസ്റ്റുകളെ നമ്മുടെ സുരക്ഷാ സേന വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റുമുട്ടൽ പ്രദേശത്ത് തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ വനമേഖലയിൽ സുരക്ഷാ സേന പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ വെടിവെപ്പ് ഉണ്ടാവുകയായിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ഈ അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ നമ്മുടെ രാജ്യത്ത് നിന്നും പൂർണ്ണമായി അമർച്ച ചെയ്യുമെന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണ്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള ഓപ്പറേഷൻസ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അതോടൊപ്പം തന്നെ ബീഹാർ തുടങ്ങി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഭാഗമാണോ സുക്മയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ? ഗൗതം, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് അടുത്ത വർഷം 2020 മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതിനുശേഷം ഛത്തീസ്ഗഡും ഒഡീഷയും മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങി നിലവിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലയിൽ അതിശക്തമായിട്ടുള്ള മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സൈന്യം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി നിരവധി മാവോയിസ്റ്റ് കമാൻഡർമാർ കൊല്ലപ്പെട്ടു. കൂടാതെ നിരവധി ഭീകരർ, സർക്കാർ തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ടിരുന്ന ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങി. പല മാവോയിസ്റ്റ് ബാധിത മേഖലകളിലും ഇന്ന് സമാധാന ജീവിതത്തിലേക്ക്, സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക്, വികസനവും സമാധാനവും എത്തുന്ന തരത്തിലേക്ക് എത്തുന്നു. അതിന്റെ ഭാഗമായി അത്തരം മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുകളുടെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിലെ സുകുമ ജില്ലയിൽ ഘോലാപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടന്നത്. അവിടെ സുകുമ ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു, ഈ വനമേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ ആയുധത്തോടെ തമ്പടിച്ചിട്ടുണ്ട് എന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഒപ്പം CRPFും സംയുക്തമായ ഒരു ഓപ്പറേഷൻ നടത്തി. പരിശോധനയ്ക്കിടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ഏറ്റുമുട്ടലാണ്, മണിക്കൂറുകൾ നീണ്ട ശക്തമായ ഏറ്റുമുട്ടലാണ് 3 ഭീകരരെ വധിച്ചിട്ടുള്ളത്. പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ, അല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ അതിശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. CRPFിന്റെ കോബ്ര യൂണിറ്റും കൂടാതെ ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായാണ് അവിടെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത്. ഗൗതം. ഓക്കെ ജിഷ്ണു, ഛത്തീസ്ഗഡിലെ സുക്മയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. 3 മാവോയിസ്റ്റുകളെ ഇതിനകം തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്ത് കൂടുതൽ ഭീകരർ തമ്പടിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രദേശത്തേക്ക് കൂടുതൽ സുരക്ഷാ സേനയെത്തി ഈ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.